പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ഡിഎംഒ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അതിൽ കൂടെ രക്തം ഫ്രീ ആയിട്ട് ഒഴുകുക. അതിനെന്തെങ്കിലും പോറൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുറിവുണ്ടായ എന്താ സംഭവിക്കുക? രക്തം കട്ട പിടിക്കും അല്ലേ? അതുപോലെ ഈ ഇൻറ്റിമയ്ക്കുള്ളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതപ്പോൾ സ്ലോലി ഡെവലപ്പ് ചെയ്യുള്ളൂ. ഫോറാം എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് 2 ആർട്ടറികളുണ്ട്. ഒരു റേഡിയൽ ആർട്ടറി ഉണ്ട്, ഒരു അൾനാർ ആർട്ടറി ഉണ്ട്. അപ്പോൾ ഈ റേഡിയൽ ആർട്ടറിക്കോ അല്ല അൾനാർ ആർട്ടറിക്കോ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഇഞ്ചുറി പറ്റുന്നതെങ്കിൽ ഈ കൈയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവ തമ്മിൽ ഇവിടെ വരുമ്പോൾ രണ്ടും കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഒരു ആർട്ടറിക്ക് ഇഞ്ചുറി പറ്റി ബ്ലോക്ക് ആയാലും മറ്റേ ആർട്ടറി കൊണ്ട് ലിംബ് സർവൈവ് ചെയ്യും. കാരണം ഇവിടുന്ന് പോണ ബ്ലഡ് ഇതിലേക്ക് ഇറങ്ങി ഇവിടെ വരും. അപ്പോൾ ഒരു ഭാഗത്തും രക്തം നഷ്ടപ്പെടില്ല. ഇത് 2 ഇതിലേക്കും ബാധിക്കണമെങ്കിൽ ഒന്നിൽ 2ലും ഈക്വലി ഇൻഡിവിജ്വൽ ഇഞ്ചുറി ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഹൈ വെലോസിറ്റി ഇഞ്ചുറി ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ ഒരെണ്ണത്തിലുണ്ടായി ക്ലോട്ട് മെല്ലെ ഡെവലപ്പ് ചെയ്ത് പോയി ഇത് ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് അടയണം. അതിന് ദിവസങ്ങളെടുക്കും. ഇതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നാണ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് സാധ്യത എന്നാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇതൊരു ഗസ് വർക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പ്ലോട്ടുണ്ട് കണ്ടപ്പോഴാണ് അവര് റെഫർ ചെയ്തത്. അന്ന് ചെയ്യില്ലല്ലോ. നമ്മള് പ്ലാസ്റ്റർ ഇട്ട കയ്യില് നമ്മള് സംശയമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്കാനൊക്കെ ചെയ്യൂ. അത് സ്ലോലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് മെല്ലെ വരുമ്പോൾ നീര് കൂടാം, വേദന ഉണ്ടാവാം, തരിപ്പുണ്ടാവാം, കൈയുടെ നിറം വ്യത്യാസം വരാം. ഇത് അടയുന്നതനുസരിച്ച് അല്ല, ഇവര് വന്ന് അങ്ങനെയാണ് പറയുന്നത്. കുട്ടിക്ക് സിവിയർ പെയിനാണ്, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഡോക്ടറുടെ അടുത്ത് വരുന്നത്. 25 കഴിഞ്ഞ് 30-നാണ് 4 ദിവസമാണ് വീട്ടിലുള്ളത്. ഈ 4 ദിവസം കൊണ്ട് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആ വരാം. കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ഓരോ ലൈഫ് സ്പാൻ ആണുള്ളത്. അതായത് ഓക്സിജൻ കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ 4 മിനിറ്റ് സർവൈവ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ബ്രെയിൻ ആണെങ്കിൽ 4 മിനിറ്റ്. കൈ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം സർവൈവ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ സംഭവിക്കാം. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആകുമ്പോൾ അത് മെല്ലെ അത് ഉള്ളിൽ ഗാംഗ്രീൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരും. കറുത്ത നിറം വരും, അതിലേക്ക് വരും. ഈ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്ന ഒരു കാര്യത്തില് ഒരു കണ്ടിന്യൂസ് എക്സാമിനേഷൻ വേണ്ട കാര്യമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു തുടർച്ച വേണമായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ 4 ദിവസം 25 കഴിഞ്ഞ് 30-ാം തീയതി വരാനാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു തുടർ പരിശോധനയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അവരോട് ഇടയ്ക്ക് ഒരു ദിവസം വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരുപാട് ആളുകൾ വരുന്നു. അതിലെ തുടർ പരിശോധന എന്ന് പറയുന്നത് അങ്ങനെ ആവശ്യമുള്ള കേസുകൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായുള്ളൊരു വിശദീകരണം നൽകുകയായിരുന്നു DME. അത് അപൂർവമായി സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം തരുന്നത്. മാത്രമല്ല അതിലൊരു ശാസ്ത്രീയ വിശദീകരണം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ മറ്റു തലങ്ങളൊക്കെ അതിനെപ്പറ്റി വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം കൂടിയാണ്. എന്താണെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യമാണ്. പാലക്കാട് DMO ആണിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ തന്നെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സംഭവത്തിൽ, ഈ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഉത്തരമില്ലാത്ത ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കുട്ടിയുടെ കൈയിലെ രക്തപ്രവാഹം എങ്ങനെ നിലച്ചുവെന്നും കയ്യിൽ എങ്ങനെ പഴുപ്പ് വന്നു എന്നതിനും അന്വേഷണ റിപ്പോർട്ടിൽ ഉത്തരമില്ല. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു വെക്കുന്നതും. അത് അവരുടെ ഒരു ഊഹാപോഹത്തെ പറ്റിയൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും ഇപ്പോഴത്തെ റിപ്പോർട്ട് ആരൊക്കെയോ സംരക്ഷിക്കാനാണ് എന്നുമുള്ള ഒരു ആരോപണം അമ്മ പ്രസീത ഉന്നയിക്കുന്നുണ്ട്. ആ വാക്കുകൾ കേട്ടുവരാം. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 പേരിനെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറയുന്നത് ഇപ്പോൾ അതിലൊന്നും ഒരു ഇതില്ല, ഇത് സാഹചര്യം കൊണ്ട് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. RDO അങ്ങനെ. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ ചേരുകയാണ്. ആകാശ്,
ഈ ഉത്തരങ്ങൾ എത്ര കണ്ട് വിശദീകരിച്ചാലും അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തെ അത് സാധൂകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും വിശ്വസനീയമായി എടുക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അത്തരം ഒരു ഉത്തരം മാത്രമാണ് ഇപ്പോൾ DMOയുടെ ഭാഗത്തു നിന്നുമൊക്കെ നൽകുന്നത്. അതിലൊരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വിശ്വസനീയമായ ഒരു വിശദീകരണം, അതാണ് സത്യം. ഈ അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? നിയമപരമായി അവർ മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അന്വേഷിക്കട്ടെ എന്നും ഉള്ള മാത്രമുള്ള ഉത്തരങ്ങൾ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു നിരാശയൊക്കെ ഇക്കാര്യത്തിൽ തോന്നാൻ ഇടയുള്ളൊരു സാഹചര്യമാണ്. അവർ എത്തരത്തിലാണ് ആകാശ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും സംഗീത, അവർ കൂടുതൽ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നാണ് അമ്മ പ്രസീത നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സെപ്റ്റംബർ 24-ാം തീയതിയാണ് കുട്ടിക്ക് ഇത്തരത്തിൽ കൈക്കൊരു പരിക്ക് പറ്റുന്നു, എല്ലിന് പൊട്ടലുണ്ടാവുന്നു. കുട്ടി ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കൈക്ക് പ്രാഥമികമായ ചികിത്സ എന്നുണ്ടാവുന്നു. പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ തിരിച്ചയക്കുന്നു. പിറ്റേ ദിവസവും കുട്ടിയും അമ്മയും ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അവർ പറയുന്നു 30-ാം തീയതി 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. പിന്നീട് 5 ദിവസം കുട്ടിക്ക് കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുട്ടി 5 ദിവസം കഴിഞ്ഞ് 30-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോഴാണ് കുട്ടിയുടെ കൈക്ക് പഴുപ്പുള്ളതായിട്ടും കൈയിലെ രക്തയോട്ടം നിലച്ചതായിട്ടും പറയുന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. കൃത്യമായി ചികിത്സ നൽകിയില്ല, ചികിത്സ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതിൽ തന്നെ നമുക്ക് കാണാം, അതിൻ്റെ ഭാഗമായി ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DMO ഉൾപ്പെടെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയത് റിപ്പോർട്ടിൽ തന്നെ ഈ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ക്ലീൻ ഷീറ്റ് നൽകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവായിരുന്നു. കൃത്യമായി മുറിവിനെ പറ്റിയോ അല്ലെങ്കിൽ രക്തയോട്ടം നിലച്ചതിനെ പറ്റിയോ ഒന്നും തന്നെ ഒരു പരാമർശവും തന്നെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇവർ വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിലൊരു സംഭവം മറ്റു കുട്ടികൾക്കും സംഭവിക്കരുത് എന്ന് തന്നെയാണ് പ്രസീത നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ അവർക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും സർക്കാർ നൽകണമെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. സംഗീത, തീർച്ചയായും ആകാശ്, എന്താണെങ്കിലും നിയമ നടപടിയുമായി മുൻപോട്ട് പോകുക മാത്രമാണ് അവരുടെ മുൻപിലുള്ള ഏക ഓപ്ഷൻ എന്നുള്ളത്. അതവർ സ്വീകരിച്ചിരിക്കുന്നു, അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മാതാവ് പ്രസീത വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് കോഴിക്കോട് നിന്ന് ആകാശ് തരത്തിൽ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.